ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അതേപോലെ വീഡിയോയുടെ അവസാനത്തിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കായംകുളമാണ്. ഇത് വന്നിരിക്കുന്നത് ഫാദറാണ് വന്നിരിക്കുന്നത്, നല്ല വൈറ്റ് കളർ. ഇത് ബ്ലാക്ക് വന്നിരിക്കുന്നത് മദറാണ് വന്നിരിക്കുന്നത്. ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത്. ലാബിൻ്റെ 6500 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബ്ലാക്ക് കളർ ഫീമെയിൽ പപ്പിയാണ് വന്നിട്ടുള്ളത്. ഇതാണ് മദർ വന്നിരിക്കുന്നത്. കായംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചും വാട്സപ്പ് കോളിങ്ങും ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. 6500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത്. ഫീമെയിൽ പപ്പി ലാബിൻ്റെ കായംകുളമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഫാദറാണ്. ഫാദർ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ്. ഇത് വന്നിരിക്കുന്നത് മദറാണ് വന്നിരിക്കുന്നത്. മദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് ടാൻ. അപ്പോൾ മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. മെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് 10,000 രൂപയും ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് 9,000 രൂപയാണ് ചോദിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗാർഡിങ് ഡോഗൊക്കെ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന നല്ലൊരു ബ്രീഡാണ് ഡോബർമാൻ. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. ബ്ലാക്ക് കളറുണ്ട്, അതേപോലെ ചോക്ലേറ്റ് കളറുണ്ട്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ പപ്പീസും. അതുപോലെ അവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ്. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ആംസ്റ്റഫിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് KCI ഉള്ളത്. ആ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് ആംസ്റ്റഫിൻ്റെ വിത്ത് KCI. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 15 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 15,000 രൂപ. അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനൊക്കെ ഉള്ള ആംസ്റ്റഫിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് ഇത്രയും റേറ്റ് പറയുന്നത്. ഇതാണ് വന്നിരിക്കുന്നത് മദർ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നാടൻ കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 100 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. നാടൻ കോഴികൾ നേക്കഡ് നെക്കുണ്ട്, കാപ്പിരി കോഴിയുണ്ട്, അതുപോലെ തനി നാടൻ കോഴികൾ, എല്ലാം തനി നാടൻ കോഴികൾ തന്നെയാണ്. അതിൽ തന്നെ 3-4 വെറൈറ്റികളുണ്ട്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മലപ്പുറം ജില്ല അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ അഡൽട്ട് ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിൽസ്, 1 വയസ്സും 3 മാസം പ്രായമായിട്ടുള്ള 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ്. അപ്പോൾ ഒരെണ്ണമായിട്ട് എടുക്കണമെങ്കിൽ 10,000 രൂപയും 2 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 17,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 അഡൽട്ട് പഗ്ഗിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ നമ്പർ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു കുതിരയും അതിൻ്റെ ഒരു കുട്ടിയും. ഈ 2 എണ്ണത്തിനും കൂടി 30,000 രൂപയാണ് ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ്
അർജൻറ്റ് സെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 30,000 രൂപയാണ് ഈ രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നത്. കാലിക്കട്ടാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അഡൽട്ട് പഗ്ഗാണ് വന്നിരിക്കുന്നത്, 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5,000 രൂപയാണ് ഈ ഫീമെയിലിനായിട്ട് ചോദിക്കുന്ന റേറ്റുള്ളൂ. അപ്പോൾ 5,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് ഫീമെയിൽ, 1 വയസ്സും 3 മാസം പ്രായമായിട്ടുള്ളൊരു പഗ്ഗിൻ്റെ ഫീമെയിൽ. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കണ്ണൂരിൽ നിന്നാണ് നമുക്ക് പ്രാവുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. സാറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ലേസ് വരുന്ന സാറ്റിൻ്റെ പെയർ 1,500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ലൊരു അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ലൈസും കോഫി ലൈസും 1,500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് സിറാസാണ്. സിറാസിൻ്റെ പെയറിന് വരുന്നത് 600 രൂപയാണ് സിറാസിൻ്റെ പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. ഒരു ബ്ലാക്കും അതേപോലെ തന്നെ ഒരു റെഡും 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. കണ്ണൂർ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫിഷുകളാണ്. കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്ലൂ പോളാർ ബ്ലൂ പാരറ്റാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബ്രീഡിംഗ് പെയറാണ്, 80 രൂപ. അപ്പോൾ നിങ്ങളുടെ ഫിഷുകൾ മറ്റ് പ്രാവുകൾ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും നല്ല സെയിൽ നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈയാണ് എല്ലാവരും കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ പെറ്റ്സായിട്ട് റിലേറ്റഡ് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. സെയിൽ പോസ്റ്റൊക്കെ നല്ലതായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്കിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഗപ്പി ഫുൾ ബ്ലാക്ക് പെയറിന് വന്നിരിക്കുന്നത് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഫിഷിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 10 പപ്പീസ് കൂടെ കൊടുക്കാനുണ്ട്. 6 മെയിൽ പപ്പിയും 4 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. 1 മാസവും 10 ദിവസം പ്രായമായിട്ടുള്ളൂ. 1 മാസം 10 ദിവസം പ്രായം. ഇതാണ് പാരൻസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 4,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. 10 പപ്പീസ് ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ 10 ഒരുമിച്ചൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ് 2 പാരൻസിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 10 പപ്പീസ് ഉണ്ട് ടോട്ടലായിട്ട്. അടുത്തായിട്ട് നമുക്ക് വെച്ചൂർ പശുവാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമായിട്ടുള്ള വെച്ചൂർ പശു. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 15,000 രൂപ, 15,000. അപ്പോൾ ഈ വെച്ചൂർ പശുവിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 വയസ്സ് പ്രായമായിട്ടുള്ള വെച്ചൂർ പശു. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ലുട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,200 രൂപയാണ് ഈ ലുട്ടിനോ പീച്ചിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത് ലുട്ടിനോ പീച്ചിൻ്റെ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് കുറവിനും അതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളി പെറ്റ്സുകൾ, നാടൻ കോഴി, അസീൽ, ഫാൻസി കോഴികൾ, മറ്റ് പ്രാവുകൾ, ഫിഷ് ഐറ്റംസ് ഏതെങ്കിലുമൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് മിനിമം 20 to 30 സെക്കൻഡ് മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. കാരണം നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസ് ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ പെറ്റ്സിനൊക്കെ മറ്റുള്ളവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനും
ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർ വാങ്ങാനും പെട്ടെന്ന് സെയിൽ നടക്കുള്ളൂ. അപ്പോൾ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.